ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഗാർഡിയൻ എന്ന മൂവിയാണ്. ഇതൊരു പക്കാ ഹൊറർ മൂവിയാണ്. ഇതുപോലെയുള്ള മൂവി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണാൻ വരുന്ന. അപ്പൊ ഇനി നിങ്ങൾ സമയം കളഞ്ഞില്ല, നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഒരു 4 മന്ത്രവാദികൾ കൂടിയിട്ട് ഒരു ആത്മാവിനെ പിടികൂടാനുള്ള ഒരു വലിയ പൂജ നടത്തുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് 4 കുപ്പികളില് 4 ആൾക്കാരുടെ ബ്ലഡ് അല്ല അവര് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊക്കെ വെച്ച് എന്തോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആ ആത്മാവിനെ അവർ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെ പൂജയെല്ലാം ചെയ്ത് ഒരു ക്രിസ്റ്റൽ കല്ലിലേക്ക് ആ സോളിനെ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ അധികം പ്രശ്നമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ആരുടെയെങ്കിലും ബ്ലഡ് ആ ക്രിസ്റ്റൽ കല്ലിൽ വീണ ആ ആത്മാവ് ഒരാടിനായി മാറും. അതുപോലെ ആ ക്രിസ്റ്റൽ കല്ല് നിലത്ത് വീണ് ഉടഞ്ഞു പോയാൽ അതിലെ ആത്മാവ് പുറത്തും വരും. ഇനിയിപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അടുത്ത സീനിലെ മന്ത്രവാദികൾ അവര് പ്ലാൻ ചെയ്ത പോലെ ആ കല്ലിലേക്ക് അതിനെ ബന്ധിക്കുവാണ്. അങ്ങനെ ആ സിനിമക്കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ മൂവിയിലെ നായികനെയാണ്. ചെറുപ്പം മുതലേ നായിക എന്ത് കാര്യങ്ങൾ ചെയ്താലും അതൊന്നും ശരിയാവാറില്ലായിരുന്നു. അതായത് എല്ലാത്തിലും അനർത്ഥമായിരുന്നു. അതുള്ള ജാതകത്തിന്റെ എന്തോ പ്രശ്നമാണ്. അങ്ങനെ അൺലക്കിയായി നമ്മുടെ നായിക അവളുടെ കോളേജ് പഠനമെല്ലാം കഴിഞ്ഞ് അവള് പഠിച്ച ഫീൽഡിലെ ട്രെയിനിങ്ങിന് വേണ്ടി ചെന്നൈയിലേക്ക് എത്തുവാണ്. ആ സമയം മുതലാണ് നായികയുടെ ലൈഫ് മാറാൻ തുടങ്ങിയത്. എന്തിനു കൈവച്ചാലും അനർത്ഥങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒരാളാണ് നായിക എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിലേക്ക് എത്തിയ നമ്മുടെ നായികയ്ക്ക് ആ ഒരു സമയത്ത് ഒരു കാര്യം സംഭവിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നായിക കാര്യങ്ങളല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നായിക ഒരു എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് പണിയെടുന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിലേക്ക് പോകുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ആണിയിൽ കൈ തട്ടി അവളുടെ കൈ മുറിഞ്ഞ് കുറച്ച് രക്തം താഴെ വീഴുന്നു. ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ രക്തം വീണിട്ടുണ്ടായിരുന്നത് മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ആ മന്ത്രവാദികള് ആ ആത്മാവിനെ ബന്ധിച്ച ആ കല്ലില്ലേ അതിന് മുകളിലേക്കായിരുന്നു. അന്നേ അവര് പറയുന്നുണ്ടായിരുന്നല്ലോ, ആ കല്ലിന്റെ മുകളിലേക്ക് ആരെങ്കിലും രക്തം വീണ അതിലെ ആത്മാവ് പുറത്തു വന്ന് ആ രക്തം വീഴ്ത്തിയ ആളുടെ അടിമയായി മാറുന്നു. അങ്ങനെ നായിക രക്തം വീഴ്ചയുണ്ട് അതിലെ ആത്മാവ് നായികന്റെ അടിമയായി മാറുന്നു. അങ്ങനെ അത്രയും നാളും ഗതികെട്ടിരുന്ന നമ്മുടെ നായികന്റെ അവസ്ഥ പിന്നീട് അങ്ങോട്ട് ടോട്ടലി മാറാൻ തുടങ്ങുന്നു. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് നായിക ആഗ്രഹിക്കുന്നതും നായിക ചിന്തിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കാൻ തുടങ്ങുന്നു. അതായത് അവൾക്കുണ്ടായിരുന്ന ദോഷം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയതുപോലെ. എന്നാൽ അതേ സമയത്ത് നായിക ഇന്റേൺഷിപ്പിന് ചേർന്ന ആ കമ്പനിയില് തങ്കദുരൈ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ അമ്മാവനായിരുന്നു മൊട്ടരാജ്. ഇവര് കുറെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് നമ്മുടെ നായികയ്ക്ക് നല്ല കാലം വന്നുകൊണ്ട് അവൾക്ക് ഇന്റേൺഷിപ്പിന് ചേർന്ന കമ്പനി തന്നെ അവൾക്ക് ജോലിയും കിട്ടുവാണ്. അങ്ങനെ മൊത്തത്തിലൊന്ന് പച്ച പിടിച്ച് അവള് സെറ്റായി വരുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ വീട്ടില് അവളുടെ അമ്മയാണെങ്കിൽ അവളുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് അവളെ നിർബന്ധിക്കാൻ തുടങ്ങുന്നു. ഞാനിപ്പോ ജോലിക്ക് അങ്ങ് കയറിയല്ലേ ഉള്ളൂ, കുറച്ചാൾ കഴിയട്ടെന്ന് പറഞ്ഞ് നമ്മുടെ നായിക 11 കഴിഞ്ഞു മാറുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്ത് നമ്മുടെ നായിക അവളുടെ ഫ്രണ്ടും കൂടി ഒരു വർക്കിന്റെ ഭാഗമായിട്ട് പണിയെടുക്കുന്ന മറ്റൊരു ബിൽഡിങ്ങിലേക്ക് എത്തുവാണ്. ഈ സമയം അവിടുത്തെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആയിരുന്നു നമ്മുടെ മുകിലെ നായകനെ ഓൾറെഡി നായികയ്ക്ക് പരിചയമുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് അവനെ കണ്ണെടുത്ത് കണ്ടുകൂടാ. ഈ സമയത്താണ് അവന് തമ്മിലുള്ള പരിചയം എന്താണെന്ന് കാണിക്കുന്നത്. ഇവർ ഒരേ കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവര് നല്ല ഫ്രണ്ട്സും ആയിരുന്നു. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞ് അവർ തമ്മിൽ പ്രണയത്തിലാവുകയാണ്. നായകനാണെങ്കിൽ ആ സമയത്ത് നല്ല സിഗരറ്റ് വലിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. നായികയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. നായിക പലതവണ നായകനെ വാൺ ചെയ്തു. എന്നിട്ട് അവളുടെ വാക്ക് കേൾക്കാതെ നായകൻ വലിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവൾ അവനുമായിട്ട് പിണങ്ങുവാണ്. അങ്ങനെ പിണക്കമാണ് അവരുടെ ബ്രേക്കപ്പിലേക്കും ഇന്നത്തെ ഈ അകൽച്ചയിലേക്കും കാരണമായത്. എന്നാൽ ഇപ്പൊ വർക്കിന്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു കണ്ടുമുട്ടുമ്പോൾ ഒരുമിച്ച് ഇന്ററാക്ട് ആവാൻ വേണ്ടി വരുമ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഉള്ളിൽ ഇന്നും ആ ഇഷ്ടം നിലനിൽക്കുന്നുണ്ട്. അവർ തമ്മിൽ വീണ്ടും എടുക്കാൻ തുടങ്ങുന്നു. ഈ സമയം നായകന്റെ കൂടെ അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അവള് ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിരുന്നു, അതായത് നായകന്റെ. അങ്ങനെ നായകൻ നായികയെ വീണ്ടും അടുത്ത് വരുന്നത് കണ്ടിട്ട് നായകനെ ഒന്ന് അട്ടാക്കാൻ വേണ്ടി ഒരു ദിവസം അവളെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ജോലി കഴിഞ്ഞ് പോകുന്ന നായകന്റെ ബൈക്കിന്റെ പുറകെ കയറി അവൾ അങ്ങനെ അവിടുന്ന് പോവുകയാണ്. ഇത് കണ്ട നായക ഒരുപാട് പോസസീവ് ആവുകയാണ്. അങ്ങനെ നായകന്റെ ബൈക്കിന്റെ പുറകെ കയറി പോകുന്ന അവള് ഒന്ന് വീണാൽ മതിയായിരുന്നു എന്ന് നായിക ആഗ്രഹിക്കുന്നു. അങ്ങനെ നായിക ആഗ്രഹിച്ച അതേ സമയം തന്നെ അവളുടെ ഫ്രണ്ട് നായകന്റെ ബൈക്കിൽ നിന്ന് താഴെ വീഴുവാണ്. അവളുടെ അടിമയായ ആത്മാവുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ നായികയ്ക്ക് ഇതുവരെ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇപ്പൊ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇതെന്ത് മറിമയായിരിക്കും എന്നൊക്കെ അവൾ ഒരുപാട് ആലോചിക്കുന്നു. പിന്നീട് അങ്ങോട്ട് നായിക ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അതുപോലത്തെ കുറെ വിഷ്വൽസ് എല്ലാം കാണിക്കുന്നു. പ്രസന്റ് നമ്മുടെ നായിക ഈ കാര്യങ്ങളല്ല അവളുടെ സൈക്കാട്രിസ്റ്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ അയാൾ ചോദിക്കുവാണ്, സോ ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിലുള്ള ആ സത്യം നീ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന്. ഈ സമയത്ത് നായിക അതിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. ഇവരുടെ ആ കമ്പനിയിലെ തങ്കദുരൈ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അയാളും ആ കമ്പനിയിലെ പ്രൊജക്ട് ഹെഡായ ലേഡിയും കൂടി ആ കമ്പനിയിലെ എംപ്ലോയീസ് ഉണ്ടാക്കുന്ന, അതായത് നായികനെ പോലെയുള്ള പല എംപ്ലോയീസും ഉണ്ടാക്കുന്ന ഒരുപാട് പ്രൊജക്ടുകളല്ല അവരുടേതാക്കി മാറ്റി തീർത്ത് ബോസിന്റെ അടുത്ത് എത്തിച്ച് ഒരുപാട് ക്രെഡിറ്റുകളെല്ലാം വാങ്ങിയെടുക്കുമായിരുന്നു. ഏകദേശം 2 ആഴ്ച മുമ്പാണ് ഈ കാര്യം നായിക അറിയുന്നത്. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ ദേഷ്യത്തിന്റെ പുറത്ത് റെമിലൊരു ചതി ചെയ്യുന്ന ഇവരൊന്നും ഇനി അധികം നാളെ ജീവിച്ചിരിക്കില്ല എന്ന് നായിക വെറുതെ ഒന്ന് പറയുന്നു. അങ്ങനെ നായിക ആ കാര്യം പറഞ്ഞ അടുത്ത ദിവസം തന്നെ ആ പ്രൊജക്ട് ഹെഡായ ലേഡി സൂയിസൈഡ് ചെയ്ത് മരിക്കുവാണ്. അങ്ങനെ ഈ ഒരു കാര്യത്തോടെ നമ്മുടെ നായിക മനസ്സിലാക്കുന്നു അവളുടെ കൂടെ എന്തൊരു ശക്തി ഉണ്ടെന്ന്. അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കാൻ വേണ്ടി. അതിപ്പോ പ്രസന്റിൽ നമ്മുടെ നായിക ഈ കാര്യങ്ങളെല്ലാം അവളുടെ ഡോക്ടറോട് പറയുന്ന സമയം അയാൾ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ശരി, നീ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ നടക്കുവാണെങ്കിൽ
നീ വിശ്വസിക്കുന്ന പോലെ നിന്റെ കൂടെ ഒരു ശക്തി ഉള്ളതാണെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ചെടി പെട്ടെന്നൊന്ന് വളർത്തി കാട്ടിക്കുകയെന്ന് അയാൾ നായികനോട് പറയുന്നു. എന്നാൽ പിന്നെ അയാൾക്ക് കാട്ടിക്കൊടുത്തിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നായിക ഇപ്പൊ ആ ചെടി വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുവാണ്, അതായത് ആഗ്രഹിക്കുവാണ്. അങ്ങനെയിരിക്കുന്ന അതേ സമയത്താണ് നായിക മറ്റൊരു കാര്യം കൂടി പറയുന്നത്. ആക്ച്വലി ഒരു കുറച്ച് ദിവസം മുമ്പ് നായിക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പനിന്റെ MD നായികന്റെ ഫ്രണ്ട് ആയ കൂട്ടുകാരിയില്ലേ, അവിടെ എന്തൊരു പ്രൊജക്ടിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. ആ കാര്യം തന്നെ ദേഷ്യം വരുന്ന നായിക അയാളോട് പോയി ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ ഭയങ്കര അഹങ്കാരത്തോടുകൂടി പെരുമാറുന്നു. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്ത് സീൻ ഉണ്ടാക്കിയില്ല, എനിക്ക് കുഴപ്പമില്ല, ഏത് രീതിക്ക് ഒതുക്കണമെന്ന് എനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞു അയാൾ അഹങ്കാരത്തിൽ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് അപ്പത്തെ ദേഷ്യത്തെ പുറത്ത് നായിക അയാൾക്കൂടെ ഒരു മുട്ടം പണി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നായിക പ്രാർത്ഥിച്ച പോലെ അയാൾക്ക് ഒരു മുട്ടം പണി കിട്ടുവാണ്. ഇതേ സമയം തന്നെ തങ്കദുരനെ കാണിക്കുവാണ്. അയാളിപ്പോ അയാളുടെ അമ്മാവനായ മൊട്ടരാജിനോട് പിന്നെ പോലെ നായകൻ ശക്തിനെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഇവരുടെ കണ്ണിന്റെ ആ പ്രൊജക്റ്റായിട്ട് മരിച്ചത് മുതലേ അയാൾ കറക്റ്റ് കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെ കഴിവുള്ള ആ പെണ്ണിനുള്ള കൂടൃത്വമാണെങ്കിൽ അതുവഴി നമുക്ക് ഒരുപാട് ലാഭമുണ്ട്. നമുക്ക് നമ്മുടെ ശത്രുക്കളെല്ലാം ഇല്ലാതാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ആവാൻ പറ്റും. ഇതേ സമയം തന്നെ നമ്മുടെ നായികനെ കാണിക്കുവാണ്. നായിക ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നെങ്കിലും അയാളൊന്നും വിശ്വസിച്ചില്ലല്ലോ. സോ ആരും താൻ പറയുന്നത് വിശ്വസിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എങ്ങനെ എല്ലാവരും ഒന്ന് വിശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ച് നായിക ആകെ ടെൻഷനായാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന ആ ഒരു ദേഷ്യത്തിന് പുറത്ത് നമ്മുടെ നായികയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം നിലത്തേക്ക് വലിച്ചെറിയുവാണ്. അതിന്റെ കൂട്ടത്തില് അന്ന് നായികയ്ക്ക് കിട്ടിയ ആ ക്രിസ്റ്റൽ കല്ലുണ്ടല്ലോ, അത് നായിക എടുത്ത് നിലത്തേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ നിലത്ത് വീണുടയുന്നു. അന്ന് ആ മന്ത്രവാദികൾ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇൻ കേസ് നിലത്ത് വീണുടഞ്ഞാ അതിലെ ആത്മാവ് പുറത്തു വരുമെന്ന്. അങ്ങനെ ഇപ്പൊ അത് ഉടഞ്ഞു പോയോണ്ട് അതിലെ ആത്മാവ് പുറത്തു വരുവാണ്. ഈ സമയത്ത് നായിക മനസ്സിലാക്കുവാണ് അപ്പൊ തനിക്കുണ്ടാവുന്ന ഈ പ്രശ്നങ്ങളല്ല ഈ ക്രിസ്റ്റൽ കല്ല് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന്. അതിനിപ്പോ നായിക അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് അതിന് പുറകിലെ സത്യം നായിക മനസ്സിലാക്കുന്നത്. എന്നാലും ഇത് ഉടയ്ക്കുകയും ചെയ്തല്ലോ. അങ്ങനെ ഇപ്പൊ ചെയ്തത് വലിയ മണ്ടത്തരായി പോയെന്ന് ഈ സമയത്ത് നായിക റിയലൈസ് ചെയ്യുന്നു. ഇതേസമയം മൊട്ടരാജേന്ദ്രനും തങ്കദുരയും കൂടി കൂടിയിട്ട് അവരുടെ ടീമിലേക്ക് എങ്ങനെ നായികനെ കൊണ്ടുവരാന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇതേ സമയം നായികനെ കാണിക്കുവാണ്. നായിക ക്രിസ്റ്റൽ കല്ല് ഉടച്ചുകൊണ്ട് അതിൽ നിന്ന് പുറത്തിറങ്ങിയ ആത്മാവ് കാണിക്കില്ല നായികന്റെ ശരീരത്തേക്ക് കയറുന്നു. ഭയങ്കര പ്രതികാരദാഹിയായ ആത്മാവ് ഈ സമയത്ത് അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ പറയാൻ തുടങ്ങുന്നു. അവളൊരു ആന്ധ്രക്കായി പെണ്ണായിരുന്നു. ഒരു തമിഴിനുമായിട്ട് പ്രണയിച്ച് അവനോടൊപ്പം അവൾ ഒളിച്ചോടി. അങ്ങനെ വളരെ സന്തോഷപൂർണ്ണമായിട്ട് അവരുടെ ജീവിതം തുടങ്ങുവാണ്. അങ്ങനെയിരിക്കുന്ന സമയത്ത് അവർക്കൊരു പെൺകുഞ്ഞു ഉണ്ടാവുന്നു. അവിടെ നിന്ന് കുറച്ചു നാൾ കഴിഞ്ഞ ആ പെണ്ണിനെ അവളുടെ ഭർത്താവ് വിട്ടിട്ട് പോവുകയാണ്. എല്ലാ സാഹചര്യത്തിനോടൊന്നും തോറ്റു പോവാതെ ഒട്ടും തളർന്നു പോവാതെ ആ കുഞ്ഞിനെ നോക്കി വളർത്തി അവളെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ജീവിച്ചു പോകണമെങ്കിൽ ഒരു ഉപജീവന മാർഗം ആവശ്യമുണ്ടല്ലോ. അങ്ങനെ വലിയൊരു കമ്പനിയിലെ ഓഡിറ്റർ ആയിട്ടും അവള് ജോലിക്ക് കയറുന്നു. ആ സമയം ആ കമ്പനിന്റെ ഓണർ ഈ മൂവിയിലെ മെയിൻ വില്ലൻ ആയിരുന്നു. ഇത് അയാളുടെ പാർട്ട്നേഴ്സ് ആയിട്ട് ത്യാഗരാജൻ, സ്റ്റീഫൻ, പിന്നെ ഇവരൊന്നും കൂടാതെ നമ്മുടെ നായിക മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലെ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നുണ്ടായിരുന്നില്ലേ, അയാളും ഉണ്ടായിരുന്നു. അയാളായിരുന്നു അടുത്ത പാർട്ണർ. അങ്ങനെ വില്ലന്മാരുടെ എല്ലാം കമ്പനിന്റെ ഓഡിറ്റിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ആ പെൺകുട്ടിയായിരുന്നു. അങ്ങേക്കും അതേ സമയം തന്നെ ഇല്ലാത്തൊരു കമ്പനിന്റെ പേരില് അവരൊരുപാട് ഇല്ലീഗൽ ട്രാൻസാക്ഷനുകൾ നടത്തിയിരിക്കുന്നത് അവരുടെ കമ്പനിന്റെ ഓഡിറ്റ് ചെയ്യുന്ന അവള് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അവൾ അതിനെപ്പറ്റി ചോദിക്കുന്ന സമയം അവരാണെങ്കിൽ ആകെ ഭയക്കുന്നു. കാരണം ഇൻ കേസ് അവളെ അങ്ങനെ പുറത്തറിയിച്ച, പ്രത്യേകിച്ച് ഗവൺമെന്റ് അറിഞ്ഞ ഇവർക്കത് വലിയ പണിയാവും. അങ്ങനെ അവളത് പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി അവളെ വേണ്ട രീതിയിൽ അവരെ ഡീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അതിന് അവള് വഴങ്ങാത്ത സമയം ഇനി മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, അവളെ അങ്ങ് തീർക്കാമെന്നും പറഞ്ഞ് ആ വില്ലന്മാര് 4 പേരും കൂടി അവളെ ഒരു ദാക്ഷിണ്യമില്ല അതൊക്കെ ഒന്ന് കളയുന്നു. അവര് 4 പേരും കൂടി അവളെ കൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് അവൾ അപേക്ഷിച്ച് പറയുന്നുണ്ടായിരുന്നു, എന്നെ നിങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങളുടെ ഒരു കാര്യങ്ങളും ഞാൻ പുറത്തറിയിക്കില്ല, എനിക്ക് എന്റെ മകളിലൂടെ ജീവിക്കണം എന്നാഗ്രഹമുണ്ട്, സോ ഞങ്ങൾ എവിടേക്കെങ്കിലും വിട്ടാൽ മതിയെന്ന്. എന്നാൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെയാണ് ഒരു ദയയില്ലാതെ അവളെ അവർ കൊന്നു കളയുന്നത്. അതുപോലെ അവളുടെ ബോഡി പോലും കിട്ടാതിരിക്കാൻ വേണ്ടി അതുവരെ അവർ കത്തിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കാര്യം കൊണ്ട് ആ പെണ്ണിന്റെ മകള്, അതായത് ആ കുഞ്ഞു മകളില്ലേ, അവളെ ഒറ്റയ്ക്കായി പോവാണ്. അങ്ങനെ ഇപ്പൊ ഇത്രയും വലിയൊരു കാര്യം നടന്നുകൊണ്ടാണ് പ്രതികാരദാഹിയായ ആത്മാവ് ഇപ്പൊ ഇവിടേക്ക് തിരികെ വന്നത്, അവരുടെ പ്രതികാരം വീട്ടാൻ ശ്രമിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ആ സമയം തന്നെ അവളെ മന്ത്രവാദികളെ ആ ക്രിസ്റ്റൽ കല്ലിൽ അടക്കി കളഞ്ഞില്ലേ. അങ്ങനെ ആ കല്ലിൽ ബന്ധിച്ചതിന് ശേഷം ആ കല്ല് കൊണ്ടുപോയിട്ട് അവരൊരു സ്ഥലത്ത് ഭദ്രമായി വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറെ കൊല്ലം കഴിഞ്ഞ് ആ ബിൽഡിങ്ങിന്റെ പണിയുമായിട്ട് അവരവിടെ വന്നപ്പോഴാണല്ലോ നായികന്റെ കൈ മുറിഞ്ഞ് അതിന്റെ മുകളിൽ രക്തം വീഴുന്നതും അത് കണ്ട് നായിക അത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരുന്നതും. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ. അങ്ങനെ ഇപ്പൊ എന്തായാലും നായികനോട് കാര്യങ്ങളെല്ലാം നടന്നു പറഞ്ഞിട്ട് ആ ആത്മാവ് നായകനെ ചോദിക്കുവാണ്, എനിക്ക് എന്റെ ശത്രുക്കളോട് പ്രതികാരം വീട്ടാൻ നിന്റെ ഒരു സഹായം വേണമെന്ന്. അടുത്ത സീനിലായ MD ഉൾപ്പെടെയുള്ള ആ 4 വില്ലന്മാരും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരെ ചുറ്റി നടക്കുന്നതായിട്ട് മനസ്സിലാക്കുവാണ്. ഇതേ സമയം തന്നെ നായികയാണെങ്കിൽ അവളുടെ ആ പ്രശ്നങ്ങളെ പറ്റിയല്ല ആ ഡോക്ടറോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഡോക്ടറാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാതെ നായികനോട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അതായത് അവിടെ ഇരിക്കുന്ന ഒരു ചെടി എന്നാൽ നീ എങ്ങനെ വളർത്തി കാണിക്കാൻ. അവിടെ പോയതിനു ശേഷം അത് വളർന്നു വലുതാവുന്നത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം, അതായത് നായിക പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അയാളിപ്പോ ബാക്കി വില്ലന്മാരെ അറിയിക്കുന്നു. അങ്ങനെ ഇപ്പൊ അതെല്ലാം മനസ്സിലാക്കി അവര് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തെടുക്കുവാണ്. അതായത് ഇപ്പൊ നായികന്റെ കൂടെ ഉള്ളത് അവരെന്ന് ദ്രോഹിച്ചു കൊന്നു കളഞ്ഞ ആ പെണ്ണിന്റെ ആത്മാവാണെന്ന്. അങ്ങനെ ആ സീനുള്ള കട്ടെ അടുത്ത സീനില് നമ്മുടെ നായികനെ കാണിക്കുന്നു. നായികനല്ല, നായികന്റെ ശരീരത്തിൽ ഏറിയ ആത്മാവിനെ കാണിക്കുന്നു. അവളിപ്പോ വില്ലന്മാരിൽ ഒരാളായ സ്റ്റീഫനെ തീർത്ത് കളയുവാണ്. അതിന് ഡോക്ടറെ ആശുപത്രിയിലേക്ക് വന്ന് അയാളെ കഴുത്തി എണിച്ച് കൊന്നു കളയുന്നു.
പറയുന്നു. ഇതേ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആ മെയിൻ വില്ലൻ ശരിക്കും മരണമൊന്ന് പേടിക്കുന്നുണ്ട്. ഈ ആത്മാവിന്റെ ടാർഗറ്റ് ത്യാഗരാജാണ്. ആ കാര്യം അയാൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അയാളാകെ പേടിച്ച് ഭയന്നാണ് ഇപ്പൊ സമയം തള്ളി നിൽക്കുന്നത്. എന്നാലും ആത്മാവിനെ അയാളെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ. അങ്ങനെ അയാളെ ഒരു ഘട്ടത്തിൽ ആത്മാവ് തീർത്തു കളയുന്നു. അങ്ങനെ അവളെ ദ്രോഹിച്ച് ഇല്ലാതാക്കിയ 3 പേരും തീർന്നു കഴിഞ്ഞു. ഇനിയുള്ളത് ആ മെയിൻ വില്ലൻ മാത്രമാണ്, അതായത് ആ MD. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന MD ആണെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ രണ്ടും ഘട്ടം ഒരു കളി കളിക്കുന്നു. അതെന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് മരിച്ചുപോയ ആ പെണ്ണിന്റെ മകള് ഇപ്പൊ ഒരു ആശ്രമത്തിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ കുട്ടീനെ ആശ്രമത്തിൽ പോയി പിടിച്ചോണ്ട് വന്ന് അവളെ കൊല്ലുണ്ടെങ്കിൽ ആ ആത്മാവിനോട് ഈ ലോകം വിട്ടു പോകണം എന്നൊക്കെ പറഞ്ഞ് അവളെ പേടിപ്പിക്കുന്നു. അതിലവളെ വീണ്ടും രസിക്കാൻ വേണ്ടി ഒരു മന്ത്രവാദിയിലെ എല്ലാം കൂട്ടികൾ വരുന്നുണ്ട്. അതിപ്പോ വില്ലന്റെ നിർദ്ദേശപ്രകാരം അയാൾ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് അവള് പെരുതിയാവുന്ന പോലെ അവിടെ വിട്ട് പോകുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ അവസാന ലക്ഷ്യം അവളോട് തെറ്റിയത് ആൾക്കാരെല്ലാം തീർക്കുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഞങ്ങൾ പോകാൻ കഴിയില്ലല്ലോ. എന്നിപ്പോ മന്ത്രവാദിയും മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നുണ്ട്. അവൾക്ക് വേറെ നിവൃത്തിയില്ല. ഈ സമയത്താണ് അന്ന് നായകനോടുള്ള ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ ഇപ്പൊ നായിക തയ്യാറാവുന്നത്. ഇനിയിപ്പൊ നായിക മുന്നിട്ട് ഇറങ്ങി ആ വില്ലനെ തീർക്കാൻ ശ്രമിക്കുവാണ്. ഈ സമയം മടങ്ങി പോകാൻ വേണ്ടി നിന്ന ആ ആത്മാവ് പൂർവ്വശക്തിയോടെ തിരിച്ചു വന്ന് നായകന്റെ ശരീരത്ത് കയറി അവളുടെ പ്രതികാരം, അതായത് ആ വില്ലനെ ഞങ്ങൾ കൊന്നു കളയുന്നു. അതായത് തന്നോട് തെറ്റിയത് എല്ലാവരെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി ആ ഒരു സമാധാനത്തിന്റെ പുറത്ത് ആ ആത്മാവ് ഇവിടം വിട്ടു പോവുകയാണ്. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതിനു ശേഷം നമ്മുടെ നായകനും നായികയായിട്ടുള്ള കല്യാണവും അവരുടെ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം അവർ നടത്താൻ പോവാണ്. അതിനു മുമ്പായിട്ട് അവര് മറ്റൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വില്ലന്മാര് കാരണം അന്ന് അനാഥയായി പോയ ആ പെണ്ണിന്റെ മകളില്ലേ, അതായത് ഇപ്പൊ ആശ്രമത്തിൽ താമസിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിക്കുട്ടി, അവളെ ഇപ്പൊ അവർ രണ്ടുപേരും കൂടെ ഏറ്റെടുക്കുന്നു. അങ്ങനെയൊക്കെ തന്റെ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം കിട്ടിയതറിഞ്ഞു ആ ആത്മാവ് മുകളിലിരുന്നുകൊണ്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിപ്പിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊരു പുതിയ മൂവി ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, അതുപോലെ മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. ഇതിന്റെ മൂവി മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇനി ഇതുപോലുള്ള പുതിയ മൂവീസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ.